ഹലോ എവ്രി വൺ. അതിരടി മൂവിയുടെ പ്രൊമോഷൻ വീഡിയോ കണ്ടപ്പോൾ തൊട്ട് ഞാൻ വിചാരിച്ചാണ് ഈ ഐറ്റം ഒന്ന് ട്രൈ ചെയ്യുന്നതെന്ന്. അങ്ങനെ ഞാനും ഉണ്ടാക്കി ബേസിൽ ജോസഫിൻ്റെ ഹിറ്റ് പ്രോൺസ് നിർവാണ റെസിപ്പി. അയ്യവ, എന്താ ഐറ്റം! ഇതൊരു ഒന്നൊന്നര സാധനം. ഭയങ്കര സിമ്പിളാണ്. അപ്പോൾ നമുക്ക് എന്താ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. സോ എവ്രി വൺ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ടേസ്റ്റ് വിത്ത് എലി. സോ അതിനായി നമുക്ക് 1/2 kg പ്രോൺസ് എടുക്കാം. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് മല്ലിയില, കുറച്ച് കറി ലീവ്സ്, ഇനി ജിഞ്ചർ ആൻഡ് ഗാർലിക്, അടുത്തതായി കുറച്ച് കുരുമുളക്, കുറച്ച് വെളിച്ചെണ്ണ, ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഉപ്പ് കുറവാണെന്ന് തോന്നുവാണെങ്കിൽ നമുക്ക് പിന്നീടാണെങ്കിലും കറിയിൽ ആഡ് ചെയ്യാം. 2 സ്പൂൺ വിനീഗർ, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, കുറച്ച് ഗരം മസാലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് മിക്സിയിൽ നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം. നമ്മൾ അഡീഷണൽ വെള്ളമൊന്നും ആഡ് ചെയ്യുന്നില്ല. നല്ലൊരു തിക്ക് പേസ്റ്റ് ആയിരിക്കണം. ഈ ഒരു കൺസിസ്റ്റൻസി വേണം. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് കൊടുക്കാം. ഈ പേസ്റ്റ് നന്നായിട്ട് പ്രോൺസിൽ സ്റ്റിക്ക് ചെയ്തിരിക്കണം. അതുപോലെ മാരിനേറ്റ് ചെയ്ത് കുറച്ച് ടൈം വെക്കുകയാണെന്നുണ്ടെങ്കിൽ ബെറ്റർ. ഇതുപോലെ ഇരിക്കണം. ഇനി നമുക്ക് ഒരു പാൻ ചൂടായി വരുമ്പോൾ കുറച്ച് എണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം. അതിലേക്കൊരു ചില്ലി, കുറച്ച് കറി ലീവ്സ്, ഇനി നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച പ്രോൺസ് ആഡ് ചെയ്യാം. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് നന്നായിട്ട് കുക്കാവണം. അതുപോലെ നന്നായി ഒന്ന് ഫ്രൈ ആയി വരുമ്പോൾ നല്ല തിക്ക് തേങ്ങാപ്പാൽ ആഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ കോക്കനട്ട് പൗഡർ അല്ലെങ്കിൽ കോക്കനട്ട് ക്രീം യൂസ് ചെയ്യാം. ഞാൻ ഇവിടെ തേങ്ങാപ്പാൽ തന്നെ എടുത്തിരിക്കുന്നത്. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇത് നന്നായിട്ടൊന്ന് കുറുകി വരുമ്പോൾ കുറച്ച് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുക. വളരെ കുറച്ച്, ഒരു ഷുഗറി ഫ്ലേവറിന് വേണ്ടി മാത്രം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഇത് നല്ലൊരു തിക്ക് കൺസിസ്റ്റൻസിയിൽ വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ പ്രോൺസ് നിർവാണ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഇതൊന്ന് സെർവ് ചെയ്യാം. അപ്പോൾ ഇതാണ് ഒരിക്കലെങ്കിലും നമ്മൾ ഇൻസ്റ്റയിലും യൂട്യൂബിലൊക്കെ സ്ക്രോൾ ചെയ്ത് വിട്ട പ്രോൺസ് നിർവാണയുടെ റെസിപ്പി. ഭയങ്കര ക്വിക്ക് ആൻഡ് സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒന്നാണ്. ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും അപ്പത്തിനൊക്കെ നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ്. അതുകൊണ്ട് എല്ലാവരും വൺസെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്കിനി വേറെ റെസിപ്പി ആയിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.